കോട്ടയത്ത് മന്ദിരം ആശുപത്രിയിൽ 3 മൃതദേഹങ്ങളാണ് അവിടെ മോർച്ചറിയിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയത്ത് നിന്നും ഷിനോജ് ഇരുന്നുണ്ട്. ഷിനോജ്, സ്റ്റെഫിൻ എബ്രഹാം സാബു പാമ്പാടി സ്വദേശിയാണ്. ഒപ്പം ശ്രീഹരിയുടെയും ഷിബു വർഗീസിൻ്റെയും ഈ 3 മൃതദേഹങ്ങളാണല്ലോ കോട്ടയത്ത് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ 3 പേരുടെയും മൃതദേഹങ്ങളാണോ ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് എത്തിച്ചത്, അതോ മറ്റ് ഇടങ്ങളിൽ നിന്ന് ആരെങ്കിലും മൃതദേഹങ്ങൾ കൂടി ഉണ്ടോ? പ്രതീക്ഷ, കുവൈറ്റ് അപകടത്തിൽ കോട്ടയം സ്വദേശികളായ 3 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. 3 ആശുപത്രിയിലെ മോർച്ചറികളിലാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ മൃതദേഹമാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മന്ദിരം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസിൻ്റെ മൃതദേഹം പുഷ്പഗിരി ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തിത്താന സ്വദേശിയായിട്ടുള്ള ശ്രീഹരിയുടെ മൃതദേഹം യൂദാപുരം, തുരുത്തിയിലുള്ള യൂദാപുരം ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഈ ആശുപത്രികളിലൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. എന്തായാലും ശ്രീഹരിയുടെയും അതുപോലെ തന്നെ ഷിബു വർഗീസിൻ്റെയും സംസ്കാരം ഞായറാഴ്ച നടക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഷിബിൻ വർഗീസിൻ്റെ സംസ്കാരം ഞായറാഴ്ച രാവിലെ 8 മണിക്കായിരിക്കും നടക്കുക. അതിനുശേഷം പായിപ്പാട് സെൻറ്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് പള്ളിയിലെ സെമിത്തേരിയിലേക്ക് സംസ്കാരം നടക്കും. അതുപോലെ തന്നെ ശ്രീഹരിയുടെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിയോടെ നടക്കും. വീട്ടിൽ തന്നെ ആയിരിക്കും സംസ്കാര ശുശ്രൂഷ നടക്കുക എന്നാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരം. ഈ സ്റ്റെവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സ്റ്റെവിൻ്റെ സംസ്കാര ശുശ്രൂഷ നടക്കുന്നത് തിങ്കളാഴ്ചയായിരിക്കും. തിങ്കളാഴ്ച രാവിലെ ഒരു 7 മണിയോട് കൂടി സ്റ്റെഫിൻ്റെ വാടക വീടായ പാമ്പാടിയിൽ, നമ്മൾ ഇന്ന് രാവിലെയൊക്കെ കാണിച്ച ദൃശ്യങ്ങളിൽ കാണിച്ച സ്റ്റെഫിൻ്റെ വാടക വീടായ പാമ്പാടിയിൽ ഒരു അരമണിക്കൂർ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും സ്റ്റെഫിൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്റ്റെഫിൻ്റെ പുതിയ വീട് നിർമ്മാണത്തിലിരിക്കുന്ന ആ വീട്ടിൽ ഒരു അരമണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം കമ്മ്യൂണിറ്റി ഹാളിലായിരിക്കും ഈ സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെ തന്നെ നടക്കുക. അല്പം മുമ്പാണ് സ്റ്റെഫിൻ്റെ മൃതദേഹം ഇപ്പോൾ ഈ മന്ദിരം ആശുപത്രിയിലെ മോർച്ചറിയിൽ കൊണ്ടുവന്നത്. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് വളരെ വികാരനിർഭരമായാണ് സ്റ്റെഫിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം മോർച്ചറിയിലേക്ക് എടുത്ത് മാറ്റി പുഷ്പചക്രം അർപ്പിച്ചു. നാട്ടിലെ പല ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പലരും കണ്ടങ്ങൾ നിറഞ്ഞാണ് സ്റ്റെഫിൻ അവസാനമായി കാണാനായി എത്തിയത്. എന്തായാലും സ്റ്റെഫിനെ സംബന്ധിച്ച് നാട്ടുകാരുടെയൊക്കെ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും ഒക്കെ പ്രിയപ്പെട്ടവനായിരുന്നു. അവസാനമായി 6 മാസം മുൻപ് വന്നപ്പോഴും സ്റ്റെഫിനോട് തമാശകൾ പറഞ്ഞ് സന്തോഷിച്ച് ഇരുന്ന് കടന്നു പോയവരാണ് അവരെല്ലാം. ഇങ്ങനെയൊരു വരവ് ഒരിക്കലും ഈ നാട്ടുകാരും ബന്ധുക്കളും ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ശ്രീഹരി, അതുപോലെ ഇത്തിത്താന സ്വദേശിയായിട്ടുള്ള ശ്രീഹരിയുടെയും അവസ്ഥ ഏറെക്കുറെ സമാനമാണ്. കോട്ടയത്ത് മരിച്ച സ്റ്റെഫിൻ്റെ മൃതദേഹം തിങ്കളാഴ്ചയായിരിക്കും സംസ്കരിക്കുക. ശ്രീഹരി, ഷിബു വർഗീസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഞായറാഴ്ച സംസ്കരിക്കും.